അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായം സൂറത്തു അൻ-നജ്മിലെ 1 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള വഹി എത്തിച്ചു കൊടുക്കുന്നു എന്നും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയായ രൂപത്തിൽ 2 തവണയാണ് കണ്ടിട്ടുള്ളത് എന്നും അതിൽ രണ്ടാമത്തത് ഇൻദ സിദ്റത്തിൽ മുൻതഹ, അറ്റത്തെ ഇലന്തമരത്തിൻ്റെ അടുക്കൽ വെച്ചാണ് എന്നും ഇൻദഹ ജന്നത്തുൽ മഅ്വ, സുഖവാസത്തിൻ്റെ സ്ഥിരവാസത്തിൻ്റെ സ്വർഗം ഈ സിദ്റത്തുൽ മുൻതഹയുടെ തൊട്ടടുത്താണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇനി അടുത്ത ആയത്തുകളാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, പഠിക്കുവാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى إذ يغشى السدرة ما يغشى. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ ശരിയായ രൂപത്തിൽ കണ്ടതിനെ സംബന്ധിച്ച് പറയുന്നത് ആ സന്ദർഭത്തിലെ സിദ്റത്തുൽ മുൻതഹയുടെ അവസ്ഥയാണ്. ഇത് ആ സന്ദർഭത്തിൽ യഗ്ഷ സിദ്റ, സിദ്റത്തിനെ, ഇലന്തമരത്തെ ആവരണം ചെയ്യുകയുണ്ടായി. ഗശിയ യഗ്ഷ ഗശ്വൻ വഗശാവതൻ, ആവരണം ചെയ്യുക, പൊതിയുക, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഗശിയ യഗ്ഷ ഗശൻ വഗശിയൻ, ഗശിയ യഗ്ഷ ഗശൻ വഗശിയൻ, ഗശാവത്ത് എന്ന് പറഞ്ഞ ആവരണം. ഇത് യഗ്ഷ സിദ്റത, സിദ്റത്തിനെ ആവരണം ചെയ്തു. മാ യഗ്ഷ, ആവരണം ചെയ്തതൊക്കെ, സിദ്റത്തിനെ ആവരണം ചെയ്തതൊക്കെ അതിനെ ആവരണം ചെയ്യുകയുണ്ടായി. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലമ്മ ഉസ്രിയ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻതുഹിയ ബിഹി ഇലാ സിദ്റത്തിൽ മുൻതഹ. ഇസ്രാഇൻ്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. 7 ആകാശങ്ങളിൽ 7ാമത്തെ ആകാശത്തിലാണതുള്ളത്. ചില റിവായത്തുകളിൽ 6ാമത്തെ ആകാശമെന്ന് വന്നിട്ടുണ്ട്. അത് വളരെ കുറഞ്ഞ റിവായത്തുകളിലാണ്. അത് റാവിമാർക്ക് മിസ്റ്റേക്ക് പറ്റിയതാകാം, എണ്ണം പറയുന്നിടത്ത് മിസ്റ്റേക്ക് പറ്റിയതാകാം. കാരണം സ്ഥിരപ്പെട്ട ധാരാളക്കണക്കിന് കുറ്റമറ്റ റിവായത്തുകളിൽ 7 എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വഹിയ ഫിസ് സമാഇ സാദിസ ഫി ഹാദിഹി റിവായ വഹിയ ഫിസ് സമാഇ സാബിഅ, യഥാർത്ഥത്തിൽ 7ാമത്തെ ആകാശത്തിലാണ് സിദ്റത്തുൽ മുൻതഹ. ഈ സിദ്റത്തുൽ മുൻതഹയുടെ പ്രത്യേകത ഇലൈഹ യൻതഹി മാ യുഅറജു ബിഹി മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് കയറിപ്പോകുന്നതൊക്കെ എൻഡ് ചെയ്യുന്നത് സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കലാണ്. മനുഷ്യരുടെ അമലുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ആകാശത്തേക്ക് ഉയർന്നു പോകുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ അതിൻ്റെ ഖളാ കഴിഞ്ഞാൽ ആകാശത്തേക്ക് ഉയർന്നു പോകുന്നുണ്ട്. ഭൂമിയിലേക്ക് വരുന്ന മലക്കുകൾ ആകാശലോകത്തേക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പല കാര്യങ്ങൾക്കായി റഹ്മാനായ റബ്ബിൻ്റെ അടുക്കലേക്ക് പോകുന്നുണ്ട്.
അതിൻ്റെയൊക്കെ ഒരു പരിധി എന്ന് പറയുന്നത് സിദ്റത്തുൽ മുൻതഹയാണ്. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമു പോലും സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ച് അദ്ദേഹത്തിൻ്റെ യാത്ര അവസാനിപ്പിക്കുകയും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രം പറഞ്ഞയക്കുകയും ചെയ്തു. അതുവരെ കൂടെ ഉണ്ടായിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിൽക്കുകയുണ്ടായി. അപ്പോൾ ഭൂമിയിൽ നിന്ന് ഉയർന്നു പോകുന്നതൊക്കെ അവിടേക്കാണ് സ്വീകരിക്കപ്പെടുന്നത്. ഫയുഖ്ബദു മിൻഹ, അവിടെ നിന്നാണ് അള്ളാഹു അതിനെ എടുക്കുന്നത്. വ ഇലൈഹ യൻതഹി മാ യുഹ്ബതു ബിഹി മിൻ ഫൗഖിഹ, എന്നാൽ അതിൻ്റെ മേലെ നിന്ന് വരുന്നതും മലക്കുകൾക്ക് നൽകപ്പെടുന്നത് അവിടെ നിന്നാണ്. അള്ളാഹുവിൻ്റെ ഖദാഉകൾ, ഖദറുകൾ, അള്ളാഹുവിൻ്റെ അമ്ർ, അത് അതിനേക്കാൾ മേലെ നിന്നാണ് വരുന്നത്. ആ മേലെ നിന്ന് വരുന്ന ആ അള്ളാഹുവിൻ്റെ അമ്രുകൾ മലക്കുകൾ സ്വീകരിക്കുന്നതും ഈ സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ചാണ്. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനകൾ, ഭൂമിയിലേക്കുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ എടുക്കപ്പെടുന്നത് സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ചാണ്. ഭൂമിയിൽ നിന്ന് കയറിപ്പോകുന്നത്, അള്ളാഹുവിലേക്ക് പോകുന്നതും ഈ സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ചാണ്. ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശ ഖാല ഫിറാശും മിൻ ദഹബിൻ, സിദ്റത്തുൽ മുൻതഹയെ പൊതിഞ്ഞിരിക്കുന്നത് എന്താണ്? ഫിറാഷുൻ മിൻ ദഹബിൻ, സ്വർണം കൊണ്ടുള്ള പൂമ്പാറ്റകളാണ്. സ്വർണം കൊണ്ടുള്ള പൂമ്പാറ്റകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. വേറെ ചില റിവായത്തുകളിൽ സിദ്റത്തുൽ മുൻതഹയുടെ ഒരു ഭംഗിയും അലങ്കാരവും ഒക്കെ പറയുന്നുണ്ട്. സ്വർഗത്തിലെ സിദ്റത്തിൻ്റെ ഇലകൾ ആനയുടെ ചെവി പോലെയാണ്, അതിലെ കായ്കനികളും അതുപോലെയാണ് എന്നൊക്കെ സ്വർഗത്തെ വിശദീകരിക്കുന്നിടത്തും നമുക്ക് കാണാൻ സാധിക്കും. ഫഉഅതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സലാസൻ, അവിടെ വെച്ച് 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 3 കാര്യങ്ങൾ അവിടെ വെച്ച് നൽകപ്പെട്ടു. ഒന്ന്, ഉഅതിയ സ്വലവാത്തിൽ ഖംസ്, 5 വഖ്ത് നമസ്കാരം. ആ 5 വഖ്ത് നമസ്കാരം ഈ ഉമ്മത്തിന് നിർബന്ധമാക്കപ്പെടുന്നത് ആകാശലോകത്ത് വെച്ചാണ്. മറ്റു പല കാര്യങ്ങളുടെയും കൽപ്പനകൾ അള്ളാഹുവിൻ്റെ റസൂല് ഭൂമിയിലായിരിക്കെ വഹയായി കിട്ടിയതാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത 5 വഖ്ത് നമസ്കാരം ആദ്യം 50 വഖ്തായിരുന്നു. ആ 50 വഖ്ത് നമസ്കാരത്തിൻ്റെ ഓർഡറുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടുമുട്ടുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നു, എത്ര വഖ്താണ്? 50 വഖ്താണ്. അപ്പോൾ ഒരു വലിയ സമൂഹത്തെ കൈകാര്യം ചെയ്ത് ശീലമുണ്ട് ആർക്ക്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, 50 വഖ്ത് താങ്കളുടെ ഉമ്മത്തിന് താങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് അതിൽ കുറച്ച് തരാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടണം. റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. 40 30 അവസാനം 5 വഖ്താക്കി ചുരുക്കി. 50 റക്അത്തല്ല, 50 വഖ്ത്. ശരിക്കും ശ്രദ്ധിക്കണം, ഒരു ദിവസം 50 വഖ്ത് നമസ്കാരമാണ് ആദ്യം നിർബന്ധമാക്കപ്പെട്ടത്. പിന്നീട് അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് 5 വഖ്തിലേക്ക് വരെ. എന്നിട്ടും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്താ പറഞ്ഞത്? 5 വഖ്ത് ഒന്നും കൂടി പോയി നോക്കാനാണ് പറഞ്ഞത്, അതിലും കുറവ് കിട്ടാൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്തഹി, ഇനി പടച്ച റബ്ബിനോട് ചോദിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി ചോദിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 വഖ്ത് നിർബന്ധമാക്കി. പക്ഷേ ഈ ഉമ്മത്തിനോടുള്ള കാരുണ്യം കൊണ്ട് പ്രതിഫലം 50മാക്കി. 5 വഖ്താണ്, പക്ഷെ 50 വഖ്ത് നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം അൽഹംദുലില്ലാഹ്. ഇത് സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ചാണ് ലഭിക്കുന്നത്. രണ്ടാമത്തത് വഉഅതിയ ഖവാതീമ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ അവിടെ വെച്ച് നൽകപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇസ്രാ മിഅ്റാജ് സംഭവം മക്കയിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഇസ്രാ മിഅ്റാജ് സംഭവിച്ചത്. സൂറത്തുൽ ബഖറയാകട്ടെ അവതരിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? മദീനയിലാണ്. സൂറത്തുൽ ബഖറ അവതരിപ്പിക്കപ്പെടുന്നത് മദീനയിലാണ്. പക്ഷേ അതിനു മുമ്പേ തന്നെ ഈ 2 ആയത്തുകൾ നൽകപ്പെടുന്നു. ആമനർ റസൂല് മുതൽ 285, 286 ഈ 2 ആയത്തുകൾ ആകാശലോകത്ത് വെച്ച് സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ചാണ് നൽകപ്പെടുന്നത്. ഇസ്രാ മിഅ്റാജിൻ്റെ ഒരുപാട് ലക്ഷ്യങ്ങളിലൊന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമാർ അവർ പുറത്താക്കുകയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ അതിനു മുമ്പ് തന്നെ അതിനേക്കാൾ ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവായിരുന്നു. കാരണം മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ എന്ത്, അതിനേക്കാൾ അപ്പുറം 7 ആകാശങ്ങളും കടന്ന് സ്വർഗ്ഗലോകമെല്ലാം കടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തിരിച്ചു. അപ്പോൾ റഹ്മാനായ റബ്ബ് അതിനൊക്കെ കഴിവുള്ളവനാണ്. അപ്പോൾ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ, അതുകൊണ്ടാണ് അതിന് വലിയ പ്രത്യേകതയുണ്ട്. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ അത് വീട്ടിൽ വെച്ച് പാരായണം ചെയ്താൽ പിശാച് വീട്ടിലേക്ക് വരികയില്ല എന്ന്. 3 ദിവസത്തേക്ക് പിശാച് വരികയില്ല എന്ന് ഈ ആയത്തുകൾ ഓതിയാൽ. അതേപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഈ 2 ആയത്തുകൾ ഓതി കിടന്നാൽ അത് മഗ്രിബിന് ശേഷം അതിൻ്റെ സമയം തുടങ്ങും. മഗ്രിബിന് ശേഷം അതിൻ്റെ സമയമാണ്, സുബൈ വരെ സമയമുണ്ട്. അതിൻ്റെ ഏറ്റവും അഫ്ളലായ സമയം ബഅദൽ മഗ്രിബ്, മഗ്രിബിന് ശേഷമാണ്. കാരണം ലൈലത്ത്, രാത്രി തുടങ്ങുന്നത് മഗ്രിബിന് ശേഷമാണ്. അപ്പോൾ മഗ്രിബിന് ശേഷമാണ് ഈ 2 ആയത്തുകൾ ഓതുന്നതെങ്കിൽ അതാണ് കൂടുതൽ ഖൈർ. പിന്നെ അതിൻ്റെ അഫ്ളലായ സമയം രണ്ടാമത്തത് ഉറങ്ങുന്നതിന് മുമ്പാണ്. ഇനി അപ്പോഴും മറന്നുപോയാൽ ഒരാൾ ഫജ്റിന് മുമ്പ് എഴുന്നേറ്റാൽ അപ്പോഴും ചൊല്ലാവുന്നതാണ്. അത്രക്കും ഫളായിലുകൾ ഈ ആയത്തുകൾക്കുണ്ട്. 3-ാമത്തെ കാര്യം, വഗുഫിറ ലിമൻ ലാ യുശ്രികു ബില്ലാഹി മിൻ ഉമ്മത്തിഹി ഷൈഅൻ അൽ മുഖ്ഹിമാതു. അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത, ശിർക്ക് ചെയ്യാത്ത ഈ ഉമ്മത്തിലെ ആളുകൾക്കൊക്കെ അവരുടെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അതും ഈ ഉമ്മത്തിന് ലഭിച്ചിട്ടുള്ള ഒരു വലിയ ഫضലാണ്. അൽഹംദുലില്ലാഹ്. ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടും. ഉദാഹരണത്തിന് ഒരാൾ വുളു എടുത്ത് കഴിയുമ്പോഴേക്ക് തന്നെ അയാൾ കണ്ണുകൊണ്ടും കാതുകൊണ്ടുമൊക്കെ ചെയ്ത പാപങ്ങൾ അയാളുടെ വിരലുകൾക്കുള്ളിലൂടെ ഒലിച്ചു പോകുന്നു. ചെറിയ ചെറിയ അമലു സാലിഹാത്ത് കൊണ്ട് തന്നെ പാപങ്ങൾ, ചെറിയ പാപങ്ങളൊക്കെ തൗബയില്ലാതെ തന്നെ പൊറുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഈ ഉമ്മത്തിനുണ്ട്. 5 വഖ്ത് നമസ്കാരം, ഒരു ഉംറയ്ക്ക് ശേഷം മറ്റൊരു ഉംറ, റമളാനു ഇലാ റമളാൻ, 2 റമളാനുകൾ, ഇങ്ങനെ ഒരുപാട് അമലുകൾ കൊണ്ട് ചെറിയ പാപങ്ങളൊക്കെ മായ്ക്കപ്പെടുന്ന ഒരു വലിയ അവസ്ഥയും ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇതൊക്കെ സിദ്റത്തുൽ മുൻതഹിയുടെ അടുക്കൽ വെച്ച് നൽകപ്പെടുന്നതാണ്. സ്വർണം കൊണ്ടുള്ള പൂമ്പാറ്റകൾ ആ സിദ്റത്തുൽ മുൻതഹയെ പൊതിഞ്ഞിരുന്നു. അതാണ് ഇദ് യഗ്ഷ സിദ്റത മാ യഗ്ഷ മാ സാഗൽ ബസറു വമാ തഗ. മാ സാഗൽ ബസറു, കണ്ണുകൾ തെറ്റിപ്പോയില്ല. സാഗ എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകുന്നതിനാണ് സാഗ എന്ന് പറയുന്നത്. സാഗ യസീഗു സഗിയ. മാ സാഗൽ ബസറു, കണ്ണുകൾ തെറ്റിപ്പോയില്ല. വമാ തഗ, സാഗ യസീഗു സൈഗൻ, തെറ്റിപ്പോവുക. സാഗ യസീഗു സൈഗൻ, തെറ്റിപ്പോകുക, അഥവാ ഇടത്തോട്ടോ വലത്തോട്ടോ ചാഞ്ഞു പോകുന്നതിനാണ് സാഗ എന്ന് പറയുക. മാ സാഗൽ ബസറു വമാ തഗ. വമാ തഗ, അത് അതിരുവിട്ടതുമില്ല. തൊക എന്ന് പറഞ്ഞാൽ തൊക യതുക തുഗയാനൻ വതഗയ. തൊക യതുക തുഗയാനൻ വതഗയ, അതിരുവിടുന്നതിനാണ് തൊക എന്ന് പറയും. അതുകൊണ്ടാണ് ഇബ്ലീസിന് ത്വാഗൂത്ത് എന്ന് പേരുള്ളത്. ത്വാഗൂത്ത്, അതിരുവിട്ട് പ്രവർത്തിച്ചവൻ. അപ്പോൾ മാ സാഗൽ ബസറു വമാ തഗ, കണ്ണുകൾ തെറ്റിപ്പോയില്ല. വമാ തഗ, അത് അതിരുവിട്ട് പ്രവർത്തിച്ചതുമില്ല. ലഖദ് റഅ, തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. റഅ യറാ റുഅയതൻ, കാണുക. ലഖദ് റഅ, പ്രവാചകൻ കണ്ടു. മിൻ ആയാതി റബ്ബിഹി, തൻ്റെ രക്ഷിതാവിൻ്റെ ആയാത്തുകൾ, ഐ ദൃഷ്ടാന്തങ്ങൾ. ആയത്തിൻ്റെ ജംആണ് ആയാത്തും. ദൃഷ്ടാന്തങ്ങൾ കണ്ടു. എങ്ങനത്തെ ദൃഷ്ടാന്തങ്ങൾ? അൽ കുബ്ര, ഭയങ്കരമായ വലിപ്പമുള്ള. കബീറിൻ്റെയും സൂപ്പർലറ്റീവാണ് കുബ്ര, അതിൻ്റെ ബഹുവചനവുമാണ് അൽ കുബ്ര. ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ അന്ന് കണ്ടു എന്നാണ്. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, മാ സാഗൽ ബസറു,
കണ്ണുകൾ മാ ദഹബ യമീനൻ വലാ ഷമാല ഔ ഷിമാല, ഇടത്തോട്ടോ വലത്തോട്ടോ കണ്ണ് തെറ്റിയില്ല, പിടിച്ചു നിന്നു. കാരണം കാണുന്ന കാഴ്ചകളൊക്കെ അത്ഭുതകരമാണ്. ഭൂമിയിൽ നിന്ന് പെട്ടെന്ന് പോവുകയാണ് ആകാശലോകത്തേക്ക്. പക്ഷേ മാസാഖൽ ബസറു, കണ്ണുകൾ ഇടത്തോട്ടും വലത്തോട്ടും തെറ്റിപ്പോയില്ല. അത് നബിയുടെ പവറാണ്, നബിയുടെ പവറാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുത്തനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ജലാലത്ത് ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കൻ വഖറ മൂസ സഇഖ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാം ധീരനും കരുത്തനും. ഒന്ന് ബ്ലോക്ക് ചെയ്തപ്പോഴേക്കും മറ്റേ ആൾ മരിച്ചുപോയി, അത്രയ്ക്ക് ശക്തിയുള്ള ആളാണ്. പക്ഷേ ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോലും അള്ളാഹുവിൻ്റെ പ്രകാശം വരുമ്പോഴേക്ക് തന്നെ ബോധം കെട്ടുപോയി. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് സംഭവിച്ചില്ല എന്ന്. അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിൻ്റെ ഹിജാബിൻ്റെ പ്രകാശം കണ്ടിട്ടുണ്ട്. നൂറുൻ, ഞാൻ പ്രകാശം കണ്ടു എന്നാണ് റസൂലുള്ള പറഞ്ഞത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധക്കേടുണ്ടായില്ല. കാരണം കരുത്തനായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നബിയുടെ ഒരു പ്രത്യേകതയായിരുന്നു. വമാ തഗാ മാ ജാവസ മാ ഉമിറ ബി. ശരിക്കും ശ്രദ്ധിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, കൽപ്പിക്കപ്പെട്ടതിനപ്പുറത്തേക്ക് കണ്ണുകൾ പോയതുമില്ല എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ്ലി ഓർഡർ ഉണ്ട്. നോക്കേണ്ട സ്ഥലത്തേക്കേ നോക്കിയിട്ടുള്ളൂ, അതിനപ്പുറത്തേക്ക് നോക്കിയിട്ടുമില്ല. അപ്പോൾ നോക്കാൻ പാടുള്ളതുണ്ടായിരുന്നു, നോക്കാൻ പാടില്ലാത്തതുമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് അള്ളാഹു എന്താണ് ഓർഡർ, എവിടേക്ക് നോക്കാനാണോ പറഞ്ഞത് അവിടേക്കേ നോക്കിയിട്ടുള്ളൂ, വേറെ അങ്ങോട്ടും നോക്കിയിട്ടില്ല. നോക്കിയിടത്തുനിന്ന് കണ്ണ് തെറ്റിയിട്ടുമില്ല. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഭാഗം പറയുന്നിടത്ത് അദ്ദേഹം ശ്രദ്ധേയമായ ഒരു കാര്യം പറയുന്നുണ്ട്. അത് ആകാശലോകത്ത് വെച്ച് നടന്ന സംഭവമാണെങ്കിൽ കൂടി അദ്ദേഹം പറഞ്ഞത് വഹാദിഹി സിഫത്തുൻ അദീമത്തുൻ ഫിസ്സബാതി വത്വാഅ. ഇത് വല്ലാത്തൊരു സിഫത്താണ്, മഹത്തായൊരു ഗുണമാണ്. വഹാദിഹി സിഫത്തുൻ അദീമ, വമ്പിച്ച സിഫത്താണ്. ഫിസ്സബാതി വത്വാഅ, സബാത്ത് ഉറച്ചു നിൽക്കലും വത്വാഅ അനുസരണത്തിൻ്റെയും വിഷയത്തിൽ. ഫഇന്നഹു മാ ഫഅല ഇല്ലാ മാ ഉമിറ ബിഹി, കൽപ്പിക്കപ്പെട്ടതല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തില്ല. വലാ സഅല ഫൗഖ മാ ഉഅതിയ, നൽകപ്പെട്ടതിനേക്കാൾ കൂടുതൽ ചോദിച്ചതുമില്ല. നോക്കാൻ പറഞ്ഞിടത്തേക്ക് കൃത്യമായി നോക്കി, അതിനപ്പുറത്തേക്ക് ചോദിച്ചതുമില്ല. അതാണ് സത്യവിശ്വാസികളുടെ എല്ലാ വിഷയത്തിലുമുള്ള ഒരു സ്വഭാവമായിരിക്കണം അത് എന്ന് കാരണം ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നല്ല മാതൃകയുണ്ട്. അത് മിഅ്റാജിൻ്റെ രാത്രിയിലാണെങ്കിൽ പോലും. അങ്ങനെയുള്ള ആ ദിവസം ലഖദ് റആ മിൻ ആയാതി റബ്ബിഹി അൽ കുബ്ര, വലിയ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയുണ്ടായി. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇടയ്ക്ക് പറയാറുള്ളത്, ലൗ തഅലമൂന മാ അഅലമു ലളഹിഖ്തും ഖലീലൻ വലബകൈതും കസീറാ. ഞാൻ അറിഞ്ഞതൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുകയുള്ളൂ, നിങ്ങൾ ധാരാളമായി കരയുകയും ചെയ്യുമായിരുന്നു എന്ന്. ചിരിക്കാത്ത മലക്കുണ്ട്, ഇതുവരെ ചിരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ചിരിക്കാത്തത്? സൂറെന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഓർഡർ കാത്തു നിൽക്കുകയാണ്. അതിൻ്റെ ഗാംഭീര്യം കൊണ്ട് ചിരിക്കാൻ തോന്നിയിട്ടില്ല എന്ന്. അതത്രയും വലിയ വിഷയമാണ് എന്നർത്ഥം. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാതസ് സാലിസതൽ ഉഖ്റാ അലകുമുദ് ദകറു വലഹുൽ ഉൻസ തിൽക ഇദൻ ഖിസ്മതുൻ ദീസ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ അഫറഅയ്തും, എന്നിരിക്കെ നിങ്ങൾ കണ്ടില്ലേ? അഫറഅയ്തുമുൽ ലാത്ത, ലാത്തയെ കണ്ടില്ലേ? വൽ ഉസ്സ, ഉസ്സയെയും നിങ്ങൾ കണ്ടില്ലേ? ലാത്തയെയും ഉസ്സയെയും
നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ കാണുന്നില്ലേ? വ മനാത്ത സാലിസത, മൂന്നാമനായ മനാത്തയെയും കണ്ടില്ലേ? അൽ ഉഖ്റ, മറ്റൊരു മൂന്നാമനായ മനാത്തയെയും നിങ്ങൾ കണ്ടില്ലേ? മക്കയിലെ മുശ്രിക്കുകൾ, അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന 3 വിഗ്രഹങ്ങളാണ്, 3 ആരാധ്യ വസ്തുക്കളാണ് ലാത്തയും ഉസ്സയും മനാത്തയും. ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ അമ്മൽ ലാത്തു ഫകാന ബിത്വായിഫ്. ത്വായിഫിലുള്ള ആളുകൾ ആരാധിച്ചിരുന്ന ഒരു പ്രതിഷ്ഠയായിരുന്നു, ഒരു വിഗ്രഹമായിരുന്നു ലാത്ത. وقرأ ذلك ابن عباس ومجاهد وأبو صالح اللات بتشديد التاء وجعلوه صفة للوثن الذي عبدوه وقالوا كان رجلا يلت السبيق للحاج فلما مات عكفوا على قبره فعبدوه. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റും പറയുന്നത്, ലാത്ത എന്ന് പറഞ്ഞാൽ കാന റജുലൻ, ഒരു വ്യക്തിയായിരുന്നു, യലുത്തു സവീഖ ലിൽ ഹാജ്, ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകതരം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആളായിരുന്നു. ഹാജിമാരെ അവർ പണ്ടേ ആദരിക്കുകയും ഹറമിലേക്ക് വരുന്നവരെ അതിഥികളായി കണ്ട് അവരെ സൽക്കരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അതിഥികൾക്ക് ഒരു പ്രത്യേക ഭക്ഷണം, ഗോതമ്പും മറ്റുമൊക്കെ ചേർത്തുകൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേക ഭക്ഷണം പാചകം ചെയ്ത് അവരെ സൽക്കരിക്കുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു യഥാർത്ഥത്തിൽ അല്ലാത്ത്. ഫലമ്മ മാത്ത, അപ്പോൾ ആ വ്യക്തി മരണപ്പെട്ടപ്പോൾ ആ കഫു വാല ഖബ്രിഹി, അയാളുടെ ഖബറിന് ചുറ്റിലും അവർ ഇരിക്കാൻ തുടങ്ങി. ഫഅബദു, പിന്നെ ആരാധിക്കാനും തുടങ്ങി. ഖബറാരാധനയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വിഗ്രഹാരാധനയുടെ തുടക്കം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. അസ്മാ ഉരിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്, വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ, ഇവരൊക്കെ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരായിരുന്നു. അവർ മരണപ്പെട്ടപ്പോൾ അവരെ ഓർക്കാൻ വേണ്ടി അവരുടെ മജ്ലിസുകളിൽ പോയിരുന്നു, അവരിയ്ക്കുന്ന സ്ഥലത്ത് വെറുതെ പോയിരുന്നു. പിന്നെ പറഞ്ഞു, അവരെ ഓർക്കാൻ വേണ്ടി നമുക്ക് അവരുടെ ഒരു രൂപം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. മറ്റു ചില റിവായത്തിലുള്ളത്, ആദ്യം അവരുടെ ഖബറിൻ്റെ അടുത്ത് പോയിരുന്നു, എന്നിട്ട് അവരെ ഓർക്കാൻ തുടങ്ങി. പിന്നെ അവരുടെ മൻസിബുകൾ, രൂപങ്ങൾ ഉണ്ടാക്കി, പിന്നെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യം ഓർക്കലാണ്, സ്മരണയാണ്. അതിൽ നിന്ന് പിന്നീട് മാറി ഖബറിൻ്റെ അടുത്ത് പോവലായി, പിന്നെ അതിൽ നിന്ന് വിഗ്രഹത്തിലേക്ക് പോവുകയുമായി. അതുകൊണ്ടാണ് ഖബറാരാധനയെ അത്രയും ശക്തമായി എതിർത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. മരിക്കുന്ന സമയത്ത് പോലും പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ഖബറിനെ ആരാധിക്കുന്ന ബിംബമാക്കരുത് കേട്ടോ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദു, അള്ളാഹുവെ എൻ്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ റബ്ബേ. അഥവാ വിഗ്രഹങ്ങളുടെ അടുക്കൽ വെച്ച് ചെയ്യുന്നതൊക്കെ ഖബറിൻ്റെ അടുക്കൽ വെച്ച് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ലാ തുസല്ലു ഇലൽ ഖുബൂർ, ഖബറിൻ്റെ നേരെ തിരിഞ്ഞ് നമസ്കരിക്കരുത്. അത് 5 വഖ്ത് നമസ്കാരം ആണെങ്കിൽ പോലും മുന്നിൽ ഖബറുണ്ടെങ്കിൽ ശക്തമായൊരു മറ വെച്ചിട്ടേ അത് ചെയ്യാവൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഖബറിൻ്റെ നേരെ തിരിഞ്ഞ് ദുആ ചെയ്യരുത് എന്ന് പറഞ്ഞു. നമ്മളും ഖബർ സന്ദർശിക്കുമ്പോൾ ഖബറിൻ്റെ നേരെ തിരിഞ്ഞല്ല ദുആ ചെയ്യേണ്ടത്. പലരും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഖബറിന് ചുറ്റിലും നിന്ന് ഖബറിൻ്റെ നേരെ തിരിഞ്ഞ് ദുആ ചെയ്യും. ദുആ ചെയ്യേണ്ടത് അങ്ങോട്ടാ? ഖിബ്ലയുടെ നേരെ തിരിഞ്ഞിട്ടാണ് ദുആ ചെയ്യേണ്ടത്. കാരണം അത് കറാഹത്താണ്. ഖബറിൻ്റെ നേരെ തിരിഞ്ഞ് അള്ളാഹുവിനോടാണ് ദുആ ചെയ്യുന്നതെങ്കിൽ പോലും അത് കറാഹത്താണ്. ഖബർ ഒരു ചാണിൽ കൂടുതൽ ഉയർത്താൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. മക്ക കീഴടക്കിയ സന്ദർഭത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചുകൊണ്ട് പറഞ്ഞത്, എല്ലാ രൂപങ്ങളും ചിത്രങ്ങളും തുടച്ചു മാറ്റണം. ഉയർന്നു നിൽക്കുന്ന വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവ്വൈതഹു, കെട്ടിയുയർത്തപ്പെട്ട ഖബറുകളൊക്കെ നേരെയാക്കണമെന്ന് പറഞ്ഞു. അത് ആരാധിക്കപ്പെടുന്നത് ആലോചിച്ചിട്ടാണ്. അപ്പോൾ ലാത്ത എന്ന് പറയുന്നത് അവർ ആരാധിച്ചിരുന്ന ഒരു ദൈവമാണ്, വിഗ്രഹമാണ്. പക്ഷെ അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഹാജിമാർക്ക് സേവനം ചെയ്ത ഒരാളായിരുന്നു. മരിച്ചതിന് ശേഷം ആ വ്യക്തിയുടെ ഖബറിനെ ആദരിച്ച് പിന്നീട് അത് ആരാധനയായി മാറുന്ന അവസ്ഥയുണ്ടായി. അതൊരു വെളുത്ത കല്ലാണ് എന്നും അബിയവായ ഒരു ഹജറാണ്. അതിൻ്റെ മേലെ ഒരു ചെറിയ അമ്പലം പോലെയുള്ള ഒരു ആരാധനാ കേന്ദ്രം, ഒരു മഅബദ് ഉണ്ടായിരുന്നു എന്നാണ്. അവരുടെ വിഗ്രഹങ്ങളെ ചുറ്റിപ്പറ്റിയൊക്കെ ഒരു ചെറിയ വീട്, ഒരു മഅബദ് ഉണ്ടായിരുന്നു എന്നാണ്.
കർട്ടനുകളും മതിലുകളും എല്ലാമായിട്ടുള്ള ചെറിയ ചെറിയ ആരാധന മണ്ഡപങ്ങൾ ഓരോ കല്ലുകളോടും വിഗ്രഹങ്ങളോടും ചേർത്ത് ഉണ്ടായിരുന്നു. ഈ മൂന്നാളുകളെ പ്രത്യേകം പറയാനുള്ള കാരണം കഅബാലയത്തിന് പകരമായി പോലും അവരിൽ ചിലർ അതിനെ കണ്ടിരുന്നു. കഅബയെ അവർ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു, ഹജ്ജിന് അവിടേക്കാണ് പോയത്. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ ആദരവും ബഹുമാനവുമൊക്കെ ഈ അമ്പലങ്ങളോടായിരുന്നു. ഈ 3 പ്രതിഷ്ഠകൾ ഉണ്ടായിരുന്ന ആരാധനാ സ്ഥലങ്ങളോടായിരുന്നു. وأما العزى فإن أهل التأويل اختلفوا فيها فقال بعضهم كان شجرات يعبدونها. ഉസ്സ എന്ന് പറയുന്നത് ഇബ്നു ജരീർ അത്ത്-തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അത് ചില പ്രത്യേക മരങ്ങളായിരുന്നു. ആ മരങ്ങൾക്കൊക്കെ ഉസ്സ എന്ന് പേരുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു മരവും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള ഒരു അമ്പലവും മക്കയുടെ പരിസരത്ത് ഉണ്ടായിരുന്നു. വഖാല ആഖറൂന കാനത്തിൽ ഉസ്സ ഹജറൻ അബിയള. വേറെ ചില ആളുകൾ പറഞ്ഞത് ഉസ്സ എന്ന് പറഞ്ഞാൽ ഒരു വെളുത്ത കല്ലായിരുന്നു. ആ കല്ലിനെ ആയിരുന്നു ആരാധിച്ചിരുന്നത്. ആ കല്ലിന് അവർ പേരിടുകയുണ്ടായി. അതേപോലെ തന്നെ മനാത്തയെ സംബന്ധിച്ച് പറയുന്നത് അൻ ഖതാദ അമ്മ മനാത്തു ഫകാനത് ബിഖുദൈദ് ആലിഹത്തുൻ കാനു യഅബുദൂനഹ. മനാത്ത് എന്ന് പറയുന്നത് ഖുദൈദ് എന്ന് പറയുന്ന പ്രദേശത്ത്, ത്വായിഫിലാണ്, നഖ്ല എന്ന് പറയുന്ന പ്രദേശത്താണ് എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ എനിവേ മക്കയുടെ പരിസരങ്ങളിൽ ഉണ്ടായിരുന്ന മറ്റ് ഒരുപാട് വിഗ്രഹങ്ങളും ഇലാഹുകളും ഉണ്ടായിരുന്നെങ്കിൽ കൂടി കൂടുതൽ പ്രാധാന്യം നൽകപ്പെട്ടുകൊണ്ട് ആരാധിക്കപ്പെട്ടിരുന്ന 3 വിഗ്രഹങ്ങളാണ്, 3 പ്രതിഷ്ഠകളാണ് യഥാർത്ഥത്തിൽ ലാത്തയും ഉസ്സയും മനാത്തയും. മാത്രമല്ല അള്ളാഹുവിൻ്റെ അസ്മാഇകളിൽ ഇൽഹാദ് ചെയ്യുന്നവരായിരുന്നു അവർ. പരിശുദ്ധ ഖുർആനിൽ കാണാം വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി. അള്ളാഹുവിന് ഉന്നതമായ നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി. അള്ളാഹുവിൻ്റെ പേരുകളിൽ ഇൽഹാദ് ചെയ്യുന്നവരെ, വ്യതിയാനം വരുത്തുന്നവരെ നിങ്ങൾ ഒഴിവാക്കണമെന്ന് ഖുർആനിലുണ്ട്. ആ ഇൽഹാദിൻ്റെ രൂപങ്ങളിൽ ഒന്നാണ് അള്ളാഹുവിൻ്റെ പേര് സൃഷ്ടികളിൽ ചിലർക്ക് നൽകുക എന്നുള്ളത്. ഇവിടെ ഇബ്നു ജരീർ അത്ത്-തബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് ലാത്ത് എന്നുള്ളത് വഹിയ മിനല്ലാഹ്, അള്ളാഹ് എന്നുള്ള പേരിനെ ഉൽഹിഖത് ഫീഹി താഉ ഫഉന്നിസത്, അതിൽ താ ചേർക്കപ്പെട്ട് സ്ത്രീലിംഗമാക്കിയതാണ്. കാരണം അവർ അവരുടെ വിഗ്രഹങ്ങൾക്ക് അധികവും സ്ത്രൈണഭാവമായിരുന്നു. സ്ത്രീകളാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മക്കളാണ് എന്ന ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു. അത് പിന്നീട് അള്ളാഹു ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അത് പറയാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ് എന്നതിന് താഴ് കൊടുത്തിട്ട് അല്ലാത്ത്, അസീസ് എന്നതിന് അതിൻ്റെ സ്ത്രീലിംഗ വസനാണ് ഉസ്സ. മന്നാൻ എന്നുള്ള അള്ളാഹുവിൻ്റെ മറ്റൊരു ഇസ്മിനെ മനാത്ത് എന്നാക്കി, മനാത്ത് ത കൊടുത്തിട്ട് ഇങ്ങനെ അതിനവർ സ്ത്രീലിംഗമാക്കി അള്ളാഹുവിൻ്റെ പേരിനെ ചെറിയ മാറ്റം വരുത്തിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. എന്താണെങ്കിലും ശരി, ബഹുദൈവാരാധനയുടെ, വിഗ്രഹാരാധനയുടെ ഒരു വലിയ അവസ്ഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് മഹാനായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ, ഏകനായ, അദ്വിതീയനായ, തുല്യതയില്ലാത്തവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വമ്പിച്ച മഹത്വം പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ള റബ്ബ് ഉണ്ടായിരിക്കെ കേവലം ചില കല്ലുകളെയും വിഗ്രഹങ്ങളെയും മരണപ്പെട്ടുപോയ മനുഷ്യന്മാരെയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളുടെ അതിദയനീയമായ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എന്ന്. അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ, ലാത്തയെയും ഉസ്സയെയും കണ്ടില്ലേ? വമനാത്ത സാലിസത്തൽ ഉഖ്റാ, മറ്റൊരു മൂന്നാമനായ മനാത്തയെയും നിങ്ങൾ കാണുന്നില്ലേ, അല്ലെങ്കിൽ കണ്ടില്ലേ? അലക്കുമുദ്ദക്കറു, നിങ്ങൾക്ക് ആൺകുട്ടികളും, വലഹുൽ ഉൻസ, അള്ളാഹുവിന് പെൺകുട്ടികളുമാണോ?
നേരത്തെ പറഞ്ഞ തഫ്സീറിനെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ ആയത്തുകൾ. നിങ്ങൾക്ക് ആൺകുട്ടികളും അലക്കുമുദ്ദക്കറു, ദക്കർ എന്ന് പറഞ്ഞാൽ ആൺകുട്ടി, പുല്ലിംഗം. വലഹുൽ ഉൻസ, അള്ളാഹുവിന് പെൺകുട്ടികളും, ഇനാസ് സ്ത്രീകളും, നിങ്ങൾക്ക് ആൺകുട്ടികളും. എന്താണ് അങ്ങനെ പറയാൻ കാരണം? വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കളീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ് അലാ സാഅ മാ യഹ്കുമൂൻ. അവർക്കൊരു പെൺകുട്ടി ജനിച്ചു എന്ന സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖം വിവർണമായിരുന്നു എന്നാണ്. പെൺകുട്ടി ജനിച്ചു എന്ന് പറഞ്ഞാൽ വിവർണമായിരുന്നു. എന്നിട്ടവർ ഒരു അപമാനത്തോടു കൂടിയായിരുന്നു നടന്നിരുന്നത്. എനിക്ക് പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ അവരിൽ പലരും അതിനെ ഒരു ഐബായി കണ്ടിരുന്നു. എന്നിട്ട് ആ ഐബിൻ്റെ ശക്തി കൊണ്ട് ചിലരെ പിശാച് പ്രേരിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, മണ്ണിൽ കുഴിച്ചു മൂടണമോ, അതല്ല നിന്ദതയോടുകൂടി. കാരണം മക്കളോടുള്ള സ്നേഹമുണ്ട്, നിന്ദതയുണ്ട്. പക്ഷെ ആ സ്നേഹം അതിജയിച്ച് മക്കളെ പോറ്റിയവരാണ് മഹാഭൂരിപക്ഷവും. എന്നാൽ ഒരു ന്യൂനപക്ഷമെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്? പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. അതാണ് വൈദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. കുഴിച്ചു മൂടപ്പെട്ട കുട്ടികളോട് ചോദിക്കപ്പെടും. അന്യായമായി കൊല്ലപ്പെട്ട എല്ലാ മക്കളും, ആ മക്കളെ മുൻനിർത്തി കൊലയാളികൾ വിചാരണ ചെയ്യപ്പെടും. അവിടെ കുട്ടികളോട് ചോദിക്കപ്പെടുന്നു പറഞ്ഞാൽ ആ കുട്ടികളുടെ സാന്നിധ്യത്തിൽ കൊലയാളികൾ ചോദ്യം ചെയ്യപ്പെടും. ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ കൊല്ലപ്പെട്ടത്? എന്ത് പാപമായിരുന്നു കുഞ്ഞായ നീ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. നമുക്കറിയാം, ഗർഭാശയങ്ങളിൽ വെച്ച് ലക്ഷക്കണക്കിന് കുട്ടികൾ കൊല്ലപ്പെടുന്നുണ്ട്. ഓരോ വർഷങ്ങളിലും അതിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജീവൻ വന്നതിന് ശേഷമാണ് ഈ കൊല്ലുന്നത്. എന്തിനാണ് കൊല്ലുന്നത്? ഗർഭാശയത്തിലേക്ക് നോക്കിയിട്ട് ആണാണോ പെണ്ണാണോ നോക്കുകയാണ്. പെണ്ണാണെങ്കിൽ വേണ്ട. ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്ത് പാപത്തിനാണ് നിന്നെ അബോർഷൻ ചെയ്തത് എന്ന് അത് ചെയ്തവർ ഈ മക്കളുടെ സാന്നിധ്യത്തിൽ ചോദിക്കപ്പെടുന്നൊരു ദിവസം വരാനുണ്ട്. അപ്പോൾ അവർക്ക് പെൺകുട്ടികളാണെങ്കിൽ അവരതിനെ ഒരു അപമാനമായി കണ്ടു. കാരണം അന്ന് ഗോത്രങ്ങൾ തമ്മിലുള്ള ആ ഒരു ഈഗോ, ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു. കാരണം ഒരു തറവാട്ടിൽ ആണുങ്ങളുണ്ടാവുക എന്നുള്ളതാണ് അവരുടെ ഒരു അഭിമാനമായി അവർ കണ്ടിരുന്നത്. അപ്പോൾ ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവുമ്പോൾ യുദ്ധത്തിന് ആരാ പോവുക? ആണുങ്ങളാണ്. അപ്പം നിങ്ങളുടെ തറവാട്ടിൽ ആണുങ്ങൾ കുറവാണെന്ന് പറഞ്ഞാൽ അവർക്കൊരു കുറച്ചിലായിരുന്നു. സ്ത്രീകളാണ് ജനിച്ചതെന്ന് പറഞ്ഞാൽ അവർക്ക് അപമാനമായിരുന്നു. അതായിരുന്നു വിഷയം. വലഹുൽ ഉൻസ, എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോഴോ അള്ളാഹുവിന് പെൺകുട്ടികളാണ്, മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണ് എന്ന ധാരണയിലായിരുന്നു ദേവീ സങ്കല്പമുണ്ടാക്കിയിട്ട് ആ ദേവികളെ, സ്ത്രീകളെ ഇവർ ആരാധിച്ചിരുന്നത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇൻ യദ്ഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസൻ. അള്ളാഹുവിന് പുറമെ ചില സ്ത്രീകളെയാണ് അവർ ആരാധിക്കുന്നത് എന്നാണ്. ഇൻ യദ്ഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസൻ, കുറച്ച് പെണ്ണുങ്ങളെയാണ് അവർ ആരാധിക്കുന്നത്. യദ്ഊന ഇല്ലാ ശൈത്താനൻ മരീദൻ ലഅനഹുല്ലാഹ്, സത്യത്തിൽ അവർ ആരാധിക്കുന്നത് ശൈത്താനെയാണ്. ശൈത്താനാണ് അത് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഉസ്സയെ, ആ പ്രതിഷ്ഠയെ തകർക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കീഴടക്കിയ ഇസ്ലാമിക രാജ്യമായ സന്ദർഭത്തിൽ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുന്നു. ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു അവിടെ പോയി അതിനെ തകർത്ത് റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടെന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിഷൻ കംപ്ലീറ്റഡ് അല്ല, ഒന്നുകൂടി പോകാൻ പറഞ്ഞു. മിഷൻ കംപ്ലീറ്റഡ് അല്ല, ഒന്നുകൂടി പോകാൻ പറഞ്ഞു. പോയപ്പോൾ അവിടെ നഗ്നയായ ഒരു സ്ത്രീ മുടിയെല്ലാം അഴിച്ചിട്ട് അവിടെ നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു, കോപാകുലയായി കൊണ്ടുള്ള. അങ്ങനെ അതിനെ വകവരുത്തുകയുണ്ടായി. പ്രവാചകൻ പറഞ്ഞു, തിൽക്കൽ ഉസ്സ, ഇപ്പോഴാണ് റെഡിയായത്, അതാണ് ഉസ്സ. എന്താ പറഞ്ഞത്? ആ വിഗ്രഹത്തിൻ്റെ പിന്നിലെ ശൈത്താൻ, പിശാജ്, അതാണത്. അത് ഒരു മനുഷ്യരൂപത്തിൽ വന്നതാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അത് അള്ളാഹുവിൻ്റെ റസൂലിനുള്ള ഒരു മുഅ്ജിസത്താണ്. എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അതിനെ കൈകാര്യം ചെയ്യാൻ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന് അവസരം കിട്ടുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഓരോ വിഗ്രഹത്തിൻ്റെ പിന്നിലും ഒരു ശൈത്താനുണ്ടെന്ന്, അതിനെ മഹത്വവൽക്കരിക്കുന്ന, അതിന് ഒരു ദൈവികതയുണ്ട് എന്ന് മറ്റുള്ളവരെ കൊണ്ട് തോന്നിപ്പിക്കുന്ന എല്ലാ പണിയും ഈ ശൈത്താൻ എടുത്തുകൊണ്ടിരിക്കും. അത് ഓരോ വിഗ്രഹങ്ങളുടെ അടുത്തുണ്ടാകും, ഓരോ ഖബറിൻ്റെ അടുത്തുണ്ടാകും. അതുകൊണ്ടാണ് ഓരോരുത്തരും അവിടെ പോയപ്പോൾ അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി, ആ കറാമത്ത്, ഈ കറാമത്ത് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അത് ശൈത്താൻ്റെ വേലകളാണ്. അലകുമുദ്ദക്കറു വലഹുൽ ഉൻസ, നിങ്ങൾക്ക്
ആൺകുട്ടികളും വലഹുല്ലുൻസ അള്ളാഹുവിന് പെൺകുട്ടികളുമാണോ? തിൽക ഇദൻ, അങ്ങനെയാണെങ്കിൽ അത് ഖിസ്മത്തുൻ, ഒരു ഓഹരി വക്കലാണ്. ഖിസ്മത്ത് എന്ന് പറഞ്ഞാൽ ഓഹരി. വൈസ, അന്യായമായ, ന്യായമില്ലാത്ത. വാസ എന്ന് പറഞ്ഞാൽ അന്യായം ചെയ്യുക എന്നാണ്. യദീസു വൈസൻ, വാസ യദീസു വൈസൻ, അന്യായം പ്രവർത്തിക്കുക. ലീസ എന്ന് പറഞ്ഞാൽ അന്യായം, അതിൻ്റെ ഇസ്മാണ്. ലീസ, അന്യായമായിട്ടുള്ളത്. തിൽകൈദൻ, അതപ്പോൾ ഖിസ്മത്തുനൊരു ഓഹരിയാണ്. ലീസ, അന്യായം നിറഞ്ഞ ഒരു ഓഹരിയാണ് അത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പെൺകുട്ടികളാണ്, മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണ്. അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് സ്ത്രീകളുടെ താ ചേർത്തുകൊണ്ട് ലാത്ത്, ഉസ്സ, മനാത്ത് എന്നൊക്കെ അവർ പേര് നൽകിയതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അധിക്ഷേപിക്കുകയാണ്. സമയമല്ലേ? ഇൻഷാ അല്ലാഹ് ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിഅ്റാജിൻ്റെ രാത്രിയിലുണ്ടായിട്ടുള്ള മഹാത്ഭുതങ്ങൾ, പ്രവാചകൻ കണ്ട വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കുന്നു. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്വം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അങ്ങനെയെല്ലാമുള്ള ഏകനായ സർവാധികാരിയായ അല്ലാഹു ഉണ്ടായിരിക്കെ നിർജീവമായ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആളുകളുടെ നിരർത്ഥകതയെ ബോധ്യപ്പെടുത്തുകയാണ്. അവിടെ ലാത്തയും ഉസ്സയും മനാത്തയുമാണെങ്കിൽ ഓരോ നാട്ടിലും വേറെ വേറെ പേരുകളിലാണ് അവരറിയപ്പെടുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏകനും എല്ലാ നാട്ടുകാർക്കുമുള്ളവനും എല്ലാ നാടുകളിലും ഒരേ പേരിൽ വിളിക്കപ്പെടുന്നവനുമാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ഏകനായ അള്ളാഹുവിനെ മാത്രം നമ്മൾ ആരാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.